ഹായ് ഗായ്സ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒതുക്കണ വീഡിയോ ഇടണമെന്ന്. സോ ഞാനും പാറക്കുട്ടനും കൂടിയിട്ടാണ് ഇന്നതാ ഫ്രിഡ്ജ് ഒതുക്കണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാറക്കുട്ടൻ ഓൺ ദി സ്റ്റേജ് ആയിട്ട് വന്നു. അവളെ ഒതുക്കാമെന്ന് പറഞ്ഞു. സോ ഞാൻ അവൾക്ക് വേണ്ടി വീഡിയോ എടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾ ബോറടിക്കുമ്പോൾ അവൾ പോകും കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനാണ് അല്ല, എനിക്ക് വേണ്ടി അവളും അവൾക്ക് വേണ്ടി എനിക്കാണ് വീഡിയോ എടുക്കുന്നത്. സോ പറഞ്ഞു നീട്ടുന്നില്ല. എൻ്റെ ഫ്രിഡ്ജിനകത്ത് കിട്ടുന്ന സാധനങ്ങളാണ് ആദ്യം അതിലുള്ള എല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, പാറുൻ്റെ ഒരു ലോഡ് മിഠായികൾ, ലോഡ് സാധനങ്ങൾ എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയോ ഇതേപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം, അവളുടെ എന്തൊരു ജെല്ലി, പിന്നെ കുറേ പൊട്ടിച്ച ബിസ്ക്കറ്റുകൾ, പിന്നെ എൻ്റേതായിട്ടുള്ള കുറേ പച്ചക്കറികൾ, അങ്ങനെ 100 കൂട്ടം സാധനം. ഇതാ ഇത് ജെല്ലീസാണ് കേട്ടോ, പലതരം ജെല്ലി ഫ്ലേവറാണ്. ഇതൊക്കെ ഞാൻ എടുത്ത് അപ്പുറത്തെ പറമ്പിക്ക് വീക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ആ പാക്കറ്റ് നിറച്ചൊരു മിഠായിയാണ്. പിന്നെ ഇതാ ഈ ഒരു വെള്ളപ്പാത്രം ഉണ്ടല്ലോ, അത് നിറച്ച് മിഠായികളാണ് കേട്ടോ. പാറുൻ്റെ മാത്രമാണ് ഈ ഫ്രിഡ്ജ് നിറച്ചിട്ടുള്ള സാധനങ്ങൾ. ഇത് പിന്നെന്താണ് വാങ്ങിച്ചിട്ടുള്ളത്, നമ്മുടെ പിസ്തയാണ്. പിന്നെ ഇതാ ഇതൊരു കൈൻഡ് ഓഫ് മിഠായിയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മിഠായി. കുറേ നാൾക്ക് ശേഷം ഞാനത് എടുത്ത് മുഴുവൻ തിന്നത് ഞാനാണ്, പാറുവിന് കൊടുത്തില്ല. പിന്നെ ഇതെന്താണ്, ഇതൊരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വേഫിൾസ് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവസാനം ഇത് ഇതൊരു 2-3 മാസം ഇതിൽ വെച്ചിട്ടാ. പിന്നെ അതാ ഈന്തപ്പഴം. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു ഒതുക്കണോട് കൂടിയിട്ട്. ഇതെന്താ, നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡ്സ് ആണ്. എല്ലാം ഇതേപോലെ കവറിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് ഞാൻ മറക്കാറില്ല. അവസാനം ഇങ്ങനെ ഒതുക്കണ ഒരു ദിവസത്തിൽ എല്ലാം എടുത്ത് കളയാറാണ് പതിവ്. ജെംസ് മിഠായികളുടെ ഒരു കവറാണ്. മിഠായികൾ പലതരം. സൈക്കിൾ മിഠായി. പാറുവിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കണം. ഓഫ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റിൻ്റെ പരിമിതികൾ ഉണ്ടായിരിക്കും. സോ ഞാൻ ഓൺ ആക്കിയിട്ടാണ് എടുക്കുന്നത്. കണ്ടോ, ഇത് മുഴുവൻ ഡയറി, എന്നിട്ട് മിൽക്കി ബാർ. പിന്നെന്താണ്, ഓരോ പാത്രങ്ങൾ തുറക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായത്. എന്താ പച്ചമുളക്. ഇതൊക്കെ നാശമായിട്ടോ. പാറിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു സ്മാരകമാണ് ഒരു മുട്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ പകുതി സാധനങ്ങൾ, പകുതി മുറിച്ച സാധനങ്ങൾ, പകുതി തിന്ന മിഠായികൾ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണത്. ഞങ്ങളുടെ ഒരു സ്റ്റോറേജ് ബോക്സും കൂടിയാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് മിഠായികളുടെ ഒരു വൻ ശേഖരമാണ്. അപ്പോൾ അപ്പുറത്തു നിന്നൊക്കെ നമ്മുടെ ഓണറിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ഷുഗർ കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് മിഠായി ചോദിക്കാറ്. ഞാൻ യാതൊരു മടിയും കൂടാതെ എടുത്ത് കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, ഈ മിഠായികൾ ആർക്കും കൊടുക്കാതെ എടുത്ത് വയ്ക്കായിക്കൊന്നുമില്ല കേട്ടോ. ട്യൂഷൻ കുട്ടികൾ വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ബാഗിൽ എടുത്ത് വെക്കും. പിന്നെ ഓരോ ട്യൂഷന് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പകുതി മുറിച്ച് നാരങ്ങ തൊട്ട്, ജെംസ് മിഠായി തൊട്ട്, പിന്നെന്താണ്, ഇതേപോലെ ക്യാൻഡി തൊട്ട്, മാഷ്മെലോസ് തൊട്ട്, എൻ്റെ പൊന്നോ എന്താണെന്ന് അറിയില്ല ഈ ലോകത്തുള്ള എല്ലാ മിഠായികളും. ഏതൊരു വർഷത്തിൽ ഉപ്പിലിട്ട മാങ്ങ, പിന്നെന്താണ് പൊട്ടിച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പകുതി. ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന സ്മാരകങ്ങൾ. ഇത് വീഡിയോ ഞാൻ ഇതേപോലെ ഡബ് ചെയ്യുമ്പോൾ തന്നെ മാഷ്മലോ ഒക്കെ ഇട്ട് ഇതൊക്കെ സ്മാരകമായി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. എക്സ്പയർഡ് ഡേറ്റ് കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. കളയാൻ തോന്നുന്നില്ലാന്നേ. പിന്നെ ഉണക്ക ചെമ്മീനാണിത്. പിന്നെ ഇതിനകത്ത് ലഡു, ഓറഞ്ച് ലഡു. ഓരോന്ന് എടുക്കുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഉണ്ട് എന്ന് ആലോചിക്കുന്നത്. കിസസിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. കിസസിൻ്റെ നല്ല ഒരു ഡ്രോപ്പ് പോലെ ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് അതുണ്ട്. ജെംസ് മിഠായിയുടെ ഉണ്ടയുണ്ട്. പിന്നെന്താ, എന്തൊക്കെയുണ്ട്, ജെംസ് മിഠായിയുടെ പലതരം ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തു വെക്കുന്നത് മുഴുവൻ ഞാൻ പാറുവിന് കൊടുക്കാറില്ല. കാരണം ഒരു പരിധി വിട്ട് മിഠായി തിന്നിട്ടാണ് പാറുവിൻ്റെ പുഴുപ്പല്ലെന്ന് പറയാറുള്ളത്. അപ്പോൾ പുഴുപ്പല്ലിൻ്റെ കാരണക്കാരായ ഈ മിഠായികൾ പകുതിയും വാങ്ങിച്ച് വെക്കുക എന്നല്ലാതെ അവൾ തിന്നൽ കുറച്ച് കുറവാണ്. ചില ഫേവറേറ്റ് മിഠായികളുണ്ട്, അതൊക്കെ അവൾ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ അവളുടെ ഫേവറേറ്റ് മിഠായികളുടെ ചില കവറുകളാണ്. കപ്പലണ്ടി മിഠായി. ഈ മിഠായിക്ക് എടുത്ത് വീക്കിയിട്ട് അതൊക്കെ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള സ്ട്രോ മിഠായിയാണ്. അതൊക്കെ എൻ്റെ കണ്ണിൽ കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ കൊണ്ടുവരുന്നതും ജംസ് മിഠായികളാണ് പിന്നെ പാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവൾ ഇങ്ങനെ എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തിന്നണ കാണാം. അല്ലാതെ ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കാറില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചിലർ എംപ്യൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അയച്ചു തന്നതാണ്. പിന്നെ നമ്മുടെ സാധാ ഷോഡ വെള്ളമാണ് കാണുന്നത്. പിന്നെ എന്നിട്ട് പാറ ആലോചിക്കുന്നുണ്ടോ, ഞാൻ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഓൺ വോയിസ് ആണെങ്കിൽ ഈ വീഡിയോ മൊത്തം ചീത്ത പറച്ചിലാണ്. കാരണം ഇതൊക്കെ എക്സിബിഷനൊക്കെ പോയിട്ട് ഓരോന്ന് കൊണസ വാങ്ങിച്ച് കൊണ്ടുവന്ന് അവൾ ഇതേപോലെ വെച്ചേക്കാണ് കേട്ടോ. മിൽക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ പകുതി പൊട്ടിച്ച ലേസ് പാക്കറ്റ്, പിന്നെ ഒരു സഡ്ഡി കിട്ടുന്നതുണ്ടോ ആ പാത്രത്തിൽ. പിന്നെന്തിട്ടാണ് എനിക്കറിയില്ല. എന്തൊക്കെയോ ഉണ്ട് എൻ്റെ കർത്തവ്യത. ഇതുപോലെ കല്ല് പോലെ ഇരിക്കുന്ന മിഠായി, എനിക്കിതൊന്നും കണ്ടൂടാ. എനിക്കിഷ്ടമല്ല കേട്ടോ. ഗാലക്സി ഒക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ വല്ലപ്പോഴും തിന്നാറുണ്ട്. പൊട്ടിക്കാത്ത ടാങ്ക് ഇതായിരിക്കുന്നു. ഇതൊക്കെ പാറുവിൻ്റെ സംഭാവനകളാണ്. ഇനി ഉള്ളതാണ് നമ്മുടെ ഫ്രൂട്ട് ബോക്സ്. ഇത് മുഴുവനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ സാഗര സംഗമ വസ്തുക്കൾ എന്ന് പറയാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വെക്കണം. സോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായികളുടെ ഒരു പാക്കറ്റാണ് നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത്. സോ എല്ലാ മിഠായികളും ഇതിലേക്ക് വലിയൊരു
ബോക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബോക്സൊക്കെ ഹൈ റോഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാ മിഠായികളും ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. അപ്പോഴേക്കും ഈ മിഠായിയൊക്കെ ഞാൻ തീർത്തു കേട്ടോ. കാരണം ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഞാൻ എടുത്ത് തീർത്തു. സോ പിന്നുള്ളത് ഈ പിസ്താഷിയോ ആണ്. അത് ഈ കവറിലിരുന്നാൽ തിന്നലുണ്ടാവില്ല. സോ ഇങ്ങനൊരു ചെറിയൊരു നീളത്തിലുള്ള ഒരു ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പകർത്താൻ കേട്ടോ. അപ്പോൾ എല്ലാ നട്ട്സും ഇതേപോലെയുള്ള പാത്രത്തിലേക്ക് പകർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പിന്നെയും ഈസി ആയിട്ട് എടുത്ത് തിന്നാൻ തോന്നും. അല്ലെങ്കിൽ ഈ പകുതി പൊട്ടിച്ച പാക്കറ്റ് റബ്ബർ ബാൻഡൊക്കെ തുറന്ന് എടുത്ത് തിന്നലൊക്കെ കുറവാണ്. പിന്നെ ഞാൻ ഈയിടെയായിട്ട് എന്താ പറയുക ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയ പിന്നെ കുറച്ച് നട്ട്സൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നട്ട്സ് തിന്നാൻ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. പിന്നെ അതാ ഈ കാണുന്ന ബദാം, എനിക്ക് ബദാം ഒട്ടും ഇഷ്ടമല്ല നോർമലി തിന്നുന്നത്. വെള്ളത്തിലിട്ട് അതിനെ ഉണ്ടപ്പനായി വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തിന്നാറുണ്ട്. പക്ഷേ ഞാനും പാറക്കുട്ടനും തിന്നില്ല. ഇതൊക്കെ ഇപ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഇതെന്താ അണ്ടിപ്പരിപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഗൾഫിൽ നിന്ന്, ഇപ്പോൾ പാറുൻ്റെ അമ്മമ്മയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരണതാണ് ഇതൊക്കെ. അപ്പോൾ തിന്നാലായി, അല്ലെങ്കിൽ ഇതേപോലെ എടുത്ത് സ്മാരകങ്ങളായി എടുത്തു വെക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പിസ്താഷിയോ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പൊക്കെ തീർന്നു കേട്ടോ. അണ്ടിപ്പരിപ്പ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു ദിവസം 4-5 വെച്ചിട്ട് ഞാൻ തിന്നാറുണ്ട്. പാറക്കുട്ടനെ ഒരു 3-4 വെച്ച് തിന്നാറുണ്ട്. സോ ഇത് നമ്മുടെ ജെംസ് മിഠായി, അങ്ങനത്തെ മിഠായികൾ, പകുതി പൊട്ടിച്ച മിഠായികളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളൊരു ബോക്സായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മിഠായികൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചു. പക്ഷേ കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജ്. അപ്പോൾ എപ്പോഴും ഈ ഒതുക്കണ വീഡിയോ എടുക്കണില്ല. അപ്പോൾ ആദ്യം ഒന്ന് ഒതുക്കിയ വീഡിയോ എടുത്തേ ഉള്ളൂ. മിഠായികളുടെ ഒരു വൻ ശേഖരമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് മക്കളെ, അത് ഇവിടെയാണ് മക്കളെ. ഈ ഒരു കല്ലുമിഠായി ഉണ്ട്, യാതൊരു വികാരമില്ലാത്തൊരു മിഠായിയാണ് ഇപ്പോൾ അവൾ ഈ പൊട്ടിച്ചിരുന്ന ഒരു മിഠായി കേട്ടോ. സത്യം പറഞ്ഞത് ഫ്രിഡ്ജ് ഒതുക്കൽ വീഡിയോ മാത്രമല്ല, പാറുക്കുട്ടൻ്റെ ഒരു മിഠായി വീഡിയോ ഹോൾ എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. അത്രയ്ക്കധികം മിഠായികളാണ് പാറുക്കുട്ടൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ ചീത്ത പറയും, കുട്ടികൾക്ക് ഇത്ര മിഠായി കൊടുക്കേണ്ട കാര്യമുണ്ടോ, വെറുതെ അല്ല പല്ല് പുഴുപ്പിലായിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ എവിടെ മിഠായി കണ്ടാലും അവൾ വാങ്ങിച്ച് വെക്കും. പക്ഷെ എല്ലാം തിന്നണം എന്നില്ല കേട്ടോ. അവൾ തിന്നൽ ഭയങ്കര കുറവാണ്. അയ്യോ എൻ്റെ നഖം കണ്ടു, എൻ്റെ നഖം മറ്റേ ഒട്ടിച്ചതാണ്. അപ്പോൾ പാറുൻ്റെ നഖമൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി ഓൾഡ് വീഡിയോ ആണ്. ഈ നെയിലൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പണ്ടേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ബോക്സുകളായിട്ട് ഞാൻ വാങ്ങിച്ച് വെക്കും ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു 3-4 ബോക്സ് ഇതേപോലെ സ്മോളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് പുറമേ നിന്ന് കൊണ്ടുവന്ന ഈന്തപ്പഴമാണ് കേട്ടോ. നല്ല ഈന്തപ്പഴമാണ്, നല്ല വലിപ്പമുണ്ട്. ഒരെണ്ണം തിന്നാൽ തന്നെ നമ്മുടെ പകുതി വയറ് നിറയും എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. നല്ല സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമായ കാരണം ഞാൻ ഈന്തപ്പഴം തീറ്റ കുറച്ച് കുറവാണ്. പിന്നെ നമ്മൾ പിരീഡ്സിൻ്റെ ഒരു സമയമൊക്കെ വരുമ്പോഴാണ് ഞാൻ ഈന്തപ്പഴം കുറച്ച് മിണുങ്ങുള്ളൂ. അതും ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ പാറുക്കുട്ടൻ്റെ ബിസ്ക്കറ്റുകൾ അവൾ തന്നെയാണ് കേട്ടോ ചെയ്യണത്. കാരണം ഞാനിങ്ങനെ ചീത്ത പറയാണ്, കാരണം പാറു നിൻ്റെയാണ് ഇത് മുഴുവൻ, അമ്മ അതിലേക്ക് ഒന്നും വെക്കുന്നില്ല, എല്ലാം നീ തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ വീഡിയോയിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടും അവൾ തന്നെയാണ് ഇത് അടച്ചു ഒതുക്കി വെക്കുന്നത്. ബോക്സ് ആക്കിയാൽ വലിയ സുഖമായിട്ടോ, കാരണം നമുക്ക് എടുത്ത് വെക്കില്ലേ വേണ്ടോ. പിന്നെ ഈ ഒരു സീഡ്സിൻ്റെ സൺഫ്ലവർ സീഡ്സിൻ്റെ അത് എടുത്ത് വെച്ചു. ഇതിവിടെ ആരും തിന്നില്ല കേട്ടോ. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് അത് പൊളിച്ച് തിന്നുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവസാനം ഞാൻ എൻ്റെ എന്താ പറയുക ആഭരണപ്പെട്ടി പൊളിക്കുകയാണ് ഗൈസ്. ഇത് മാത്രമാണ് എൻ്റെ എന്ന് പറയാനായിട്ട് ഇതിനകത്തുള്ളൂ. കുറച്ചുണ്ടെങ്കിൽ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. 50 രൂപയ്ക്ക് ഞാൻ 2 ദിവസം മുമ്പ് വാങ്ങിച്ച സാമ്പാർ കഷ്ണമാണ് ആയിരിക്കുന്നത് ഗൈസ്. പിന്നെന്താണ് പകുതി മുറിച്ച ജിമ്മിലേക്ക് പോകുന്നുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായ കുക്കുംബർ. പിന്നെന്താണ് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താണത് ആയിരിക്കുന്നത്. ഞാൻ തുറക്കുമ്പോഴാണ് ചാമ്പക്കായ, നാശമായ ചാമ്പക്കായ. പിന്നെ പാറുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് പ്ലസ് ചീഞ്ഞ തക്കാളിയാണ് ഈ കിട്ടിയിരിക്കുന്നത് ഗൈസ്. പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിക്കാം. പിന്നെന്താണ് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്, ഈ ഓറഞ്ച്. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ആക്കി ഞാനിത് മുഴുവൻ ഇനി വൃത്തിയാക്കാൻ പോവുകയാണ്. ഒന്ന് കഴുകിയതിന് ശേഷം നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറാമാനും പാറു ആണ് കേട്ടോ. അപ്പോൾ പാറു മടുത്തു പോയി, കാരണം കുറേ ചീത്തയും കേട്ടു. പിന്നെ അതേപോലെ തന്നെ ഇനിയുള്ള പരിപാടികൾ അവൾക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ഒതുക്കി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഒരു 6-7 മന്ത്സ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ EMI അടവ് ഇപ്പോൾ തീർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലം മാറിയിട്ട് പാറു നമ്മുടെ കൂടെ വന്നതിന് ശേഷം വാങ്ങിച്ചിട്ടുള്ള ഫ്രിഡ്ജാണ്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു രാശിയുള്ള ഫ്രിഡ്ജ് എന്ന് പറയാം. കാരണം ഒരിക്കലും ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് സാധനങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടില്ല. എപ്പോഴും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്വീറ്റ്സ് അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിറയെ ഇരുന്നിട്ടുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇപ്പോഴും ഉണ്ട് സാധനങ്ങൾ. ഒരിക്കലും ഒരു ക്ഷാമം വന്നിട്ടില്ല ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം. അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാറക്കുട്ടൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈയും കാലൊക്കെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക. സോ എല്ലാം ഇങ്ങനെ
നമ്മൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു കവറിനകത്തുനിന്ന് എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചു. കാരണം പുറത്തേക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഉണക്കി കളയും. അതിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരുന്ന് ഉണങ്ങി പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? ഈ കാണുന്നത് ഒരു മാങ്ങയാണ്. അത് പിന്നെ ഞാൻ പൊട്ടിച്ച് വെച്ചില്ല കേട്ടോ. ചിലപ്പോൾ എങ്ങനെ കറ എങ്ങനെ അതിലേക്ക് ആയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ആക്കാതിരുന്നത്. പിന്നെ പച്ചക്കറികൾ 50 രൂപയ്ക്ക് വാങ്ങിച്ചുള്ള പച്ചക്കറികളാണ് ഈ കാണുന്നത്. അത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ബോക്സിനകത്തേക്കാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ പറ്റിക്കാറാണ് പതിവ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. ആ കൊത്തമര 50 രൂപയിൽ ഒരു പകുതിയും കൊത്തമരയാണ് തരാറുള്ളത്. സോ എനിക്ക് കൊത്തമര വെക്കുന്നതും ഇഷ്ടമല്ല, തിന്നുന്നതും ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നാശമാവുന്നവരെ ഞാൻ ഈ ഒരു ബോക്സിലാക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കും. നാശമാകുമ്പോൾ എടുത്ത് കളയും. അതാണ് എൻ്റെ ഒരു കൊത്തമര മാത്രം കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പം എന്താ പറയുക, കോവക്കായ ആണെങ്കിൽ ഞാൻ തനിയാണെങ്കിലും എടുത്ത് തിന്നാറുണ്ട്. കോവക്കായൊക്കെ എനിക്ക് തനിയെ തിന്നാൻ ഇഷ്ടമാണ്. വഴുതനങ്ങ ആണെങ്കിലും എനിക്ക് കറി വെച്ച് തിന്നാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ അടക്കി ഇത് നല്ലൊരു ബോക്സസ് ആണ് കേട്ടോ. ഒരു 6 എണ്ണം അങ്ങോട്ട് നമുക്ക് കിട്ടിയായിരുന്നു ഒരു 400 രൂപയ്ക്ക് അങ്ങോട്ട് മീഷോന്ന്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ കയറി നോക്കിയാലായിട്ട് കാണാം. സോ നമ്മൾ ഇനി ഓരോ അതിൻ്റെ തട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനതൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. അതായിരിക്കും കുറച്ചുകൂടി ഈസി എന്നെന്ന് തോന്നി. കഴുകുന്നതിനേക്കാൾ ഞാൻ കുറച്ചും കൂടി അതൊക്കെ തുടച്ചെടുത്ത് അതിനുള്ള അഴുക്കുള്ളൂ കേട്ടോ. കാരണം എല്ലാം പാക്കറ്റുകളിലാക്കി വെച്ച കാരണം വലിയ അഴുക്കെന്ന് പറയാനില്ല. അങ്ങനെ തുടച്ചെടുക്കാൻ മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് തുടയ്ക്കുമ്പോൾ ശരിയായി തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഗ്രിഡൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് തന്നെ വെക്കുകയാണ്. അത് മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. നിലത്ത് വീണ പൊട്ടുമെന്ന് എനിക്കറിയില്ല. വീണ ചിലപ്പോൾ പൊട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. സോ ഞാനിതെല്ലാം ഒതുക്കി വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു ദിവസം ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ചെയ്തൊരു പണിയാണ്. കാണുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ വീഡിയോ ഒതുങ്ങുമെങ്കിലും നമ്മൾ കുറച്ചധികം സമയമെടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഫ്രിഡ്ജ് പുതിയതായ കാരണം സൈഡിലുള്ള സ്റ്റിക്കേഴ്സ് വരെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഫ്രിഡ്ജ് ഓണാക്കി ചെയ്യുന്നത് കാരണം നമുക്ക് ഫ്രിഡ്ജിനകത്തൊരു വേപ്പർ പോലെ ഒരു സംഗതി നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുന്ന പോലെ. അത് ഫ്രിഡ്ജ് ഓണാക്കിയിട്ടത് കൊണ്ടാണ് കേട്ടോ. ശരിയാണ്, ഓണാക്കിയിട്ടിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ വീടിനകത്ത് വലിയ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടും വലിയ ബ്രൈറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഫ്രീസറിനകത്തുള്ള സാധനങ്ങൾ ഞാൻ വൃത്തിയാക്കിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. സോ ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാൻ എന്തൊരു സുഖമാണല്ലോ. എങ്ങനെ ഇരുന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതേപോലെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് രസമാണല്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടാ. ഈ പച്ചക്കറിയൊക്കെ തീരുന്നതനുസരിച്ച് ഈ ബോക്സസ് ഒക്കെ ഫ്രീ ആയി കഴിയുമ്പം ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റി പിന്നെ വേറെ അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്തു. പിന്നെ ഈ കാണുന്ന പരിവൊന്നല്ല സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫ്രിഡ്ജ്. അതൊരു വേറെ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വെച്ചു. നട്ട്സൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു, പച്ചക്കറിയൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു. ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആയിരുന്നു കേട്ടോ. എന്ത് രസം ഹൈ. അപ്പോൾ പിന്നെന്താണ് ഇനി പാറക്കുട്ടൻ്റെ ഈ മിഠായിയുടെ പാത്രങ്ങൾ എടുത്ത് വെക്കലാണ് വലിയൊരു സ്പേസ് കൺസ്യൂമിങ് ആയി തോന്നിയത്. കാരണം ഒരു പാത്രം വെക്കുമ്പോൾ തന്നെ പകുതിയതിലധികം 1/2 സെൻറ്റ് എൻ്റെ ഫ്രിഡ്ജിലെ സ്ഥലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പരമാവധി ഞാൻ ഒതുക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പാറുവിൻ്റെ ഒക്കെ പരമാവധി അവൾ വലിച്ചിടാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറേ നേരത്തെ അംഗംവെട്ടിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ കുത്തിത്തിരുക്കി സാധനങ്ങളൊക്കെ വെച്ചു. സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഇത് അവസാനത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതെന്നോട് ക്ഷമിക്കണം. ഞാൻ മറന്നുപോയി. ഒതുക്കി വെച്ചതിൻ്റെ ക്ഷീണത്തിലോ ആ ഒരു സന്തോഷത്തിലോ ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒക്കെ ഒരു ഫുൾ കവറാണ് കേട്ടോ. ഞാനിപ്പോൾ പാറക്കുട്ടന് എന്താ പറയുക ഡാർക്ക് ഫാൻറ്റസി ജെല്ലി മിഠായികൾ മാഗി അതൊക്കെ കൊടുക്കൽ ഭയങ്കര അധികം കുറച്ചു കേട്ടോ. എനിക്കത് അവൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയ പിന്നെ ഞാനത് വളരെ കൊടുക്കൽ കുറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമ്മൾ വാട്ടർ ബോട്ടിൽ വയ്ക്കുന്ന സ്ഥലത്ത്. കാരണം ഇവിടെ വെള്ളം തണുപ്പിക്കൽ വളരെ കുറവാണ്. കാരണം എനിക്കത് ഒട്ടും പറ്റില്ല, അലർജി ഉള്ള കാരണം. സോ ഞാൻ വെള്ളം ഫ്രിഡ്ജിൽ ഇങ്ങനെ തണുപ്പിക്കാൻ വെക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വെക്കുന്ന ജെല്ലീസ് അതൊക്കെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷന് വന്നപ്പോൾ എടുത്ത് കൊടുത്തു കേട്ടോ. എനിക്ക് കണ്ട ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ. പാറുവിനെ കഴിക്കാനും ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ വേപ്പില ബോക്സ് അങ്ങനെ കുറേ ബോക്സസൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. എങ്ങനെ ഒതുക്കി വെച്ചാലും പാറു ഒരു മിഠായി എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവളെല്ലാം വലിച്ചിടാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ കുട്ടിയാണ്. പിന്നെ എല്ലാ മിഠായികൾ തിന്നാൻ ഞാൻ സമ്മതിക്കാറുമില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് ഫ്രിഡ്ജ് ഒതുക്കണേൻ്റെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇതിനൊരു വോയിസ് ഓവർ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. നമ്മുടെ കിച്ചൺ ഭയങ്കര ചെറുതാണ്, അതിൻ്റെ അടുത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ പാറു കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുള്ള കാരണം ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൾ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മൂക്ക് എപ്പോഴും ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. കാരണം നല്ല മൂക്കടവൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. തണുപ്പൊട്ടും പറ്റാത്തൊരു ജീവിയാണ് ഞാൻ. എന്നാലും ഞാൻ ഇതൊക്കെ ചെയ്യും. ഐസ്ക്രീം തിന്നും, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ മുടിഞ്ഞാരൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണതിൻ്റെ ഒരു മാറ്റണേൻ്റെ ഒക്കെയാണ് കേട്ടോ ആ ഒരു കാര്യം കാണുന്നത്. ഒതുക്കാനിരുന്ന എന്നെ വെല്ലാൻ ആരുമില്ല ഗൈസ്. ഞാൻ അമ്മ അതിൽ ഒതുക്കും. വല്ലപ്പോഴും ഒതുക്കി മാത്രമേ എനിക്കിങ്ങനെ ഒരു ബുദ്ധി വരാറുള്ളൂ. കാരണം എങ്ങനെ ഒതുക്കിയാലും എൻ്റെ കണക്കൂട്ടലുകളൊക്കെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആയിട്ട് തെറ്റാറാണ് പതിവ്. അപ്പോൾ ഞാൻ എടുക്കുന്നു വെക്കുന്നു അതൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ബോറിംഗ് ഉണ്ടായിരിക്കും. കാരണം ആ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വീണ്ടും എടുക്കുന്നു വെക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു മുട്ടയായിട്ട് കണ്ണ് പറ്റാതിരിക്കാൻ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതാ ഒരു ട്രേയിൽ മുട്ടയുണ്ട്, അത് കുഞ്ഞ് നമ്മുടെ കാടമുട്ടയുണ്ട്. പാറിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി വെക്കുകയാണ്. അപ്പം നമ്മുടെ ഡിസംബർ മാസം ആവാറായി. ഇനി ജാനുവരിയിൽ നല്ല നല്ല വീഡിയോസുകൾ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവണം. സോ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.